കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ എൻ്റെ നാട്ടിലെ ഉത്സവമാണ് കേട്ടോ. എൻ്റെ നാടെന്ന് പറഞ്ഞത് മൂകാംബികയ്ക്ക് വരുന്നവർക്കാണെങ്കിൽ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നാണ് ഇറങ്ങുന്നത്. അപ്പം ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നതും. ആ ബൈന്ദൂർ നാട്ടിൽ തന്നെയാണ് ഉത്സവം നടക്കുന്നത്. അപ്പം ഞാനും ഇച്ചായനും പിള്ളേരും നാത്തനും കൂടെ പോയി കേട്ടോ. പോയി അവിടെ ചെന്ന് ഇറങ്ങിയോണ്ട് മോൾ അവിടെ ഇവിടെ കയറാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെ കണ്ടപ്പം ഞാൻ ഇതിനോട് പറഞ്ഞു സെക്കൻഡ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് പേടിച്ച് നിൽക്കും. അവൾക്കും പേടിയായിരുന്നു, കുഞ്ഞവൾക്കും. പക്ഷെ അവൾ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ധൈര്യം ഞാൻ പറഞ്ഞു കൊടുക്കൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൈ കൊടുത്തു. പേടിച്ച് നിന്ന് ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റേജിൽ നല്ല പരിപാടിയൊക്കെ, നല്ല പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ അത് അടുത്തുള്ളൊരു ജ്വല്ലറിയിലെ അവരൊരു ആഡ്, കിട്ടുന്ന അവസരമല്ലേ അവർക്കൊരു കുറച്ച് ഫോളോവേഴ്സും കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലക്കി ഡ്രോ കൂപ്പൺ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ എനിക്ക് ലക്കുണ്ടോ നോക്കാൻ നേരത്തൊക്കെ എഴുതിയിട്ടിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ഉത്സവത്തിനും കാണുന്ന രീതി അതാ. അതിപ്പോൾ ബൈന്ദൂർ ഉത്സവമെന്ന് പറഞ്ഞിട്ട് ഐ ലവ് ബൈന്ദൂർ ഉത്സവമെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്ററായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസ് എല്ലാം ഞങ്ങളിങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കൾ എവിടെ പോയാലും ഉത്സവത്തിന് പോയാലും എല്ലാ വർഷവും എത്ര വർഷം 2 പ്രാവശ്യം 3 പ്രാവശ്യം കയറിയാലും. അപ്പോൾ ഇവിടെ ഈ കർണാടകയിൽ എന്തോ എല്ലാ വർഷവും അടുത്തടുത്ത് ഉത്സവമായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഉത്സവമായിരുന്നു. അന്നൊന്നും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പോകാൻ പറ്റില്ല, പനിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പൈസ സേവ് ആയെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ എല്ലാവരും വിട്ടോ, ബൈന്ദൂർ ഉത്സവം വന്നു കഴിഞ്ഞപ്പോൾ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞങ്ങളിതാ ഇതിൽ ഉത്സവത്തിന് കയറി, ഞാനും മക്കളും കയറി. ഞാൻ പറഞ്ഞു ഒന്നിൽ കയറാം, കുഞ്ഞ് കയറത്തില്ലല്ലോ, അവൾക്ക് പേടിയായതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ 2 മക്കളും കൂടെ കയറി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കുഞ്ഞ് എവിടെയെങ്കിലും കയറ്റണമല്ലോ, അങ്ങനെ നമുക്ക് ട്രെയിനിൽ കയറ്റാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. പേടിയാന്നൊക്കെ പറഞ്ഞിരുന്നു, എന്നാലും പിടിച്ചിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഇത് നോർമൽ ട്രെയിനാണ്, പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു. ഇപ്പം ഹാപ്പിയാണ്. കുറച്ച് കഴിയുമ്പോൾ അറിയാൻ തുടങ്ങുന്നു. അവളുടെ അമ്മ തന്നെ നല്ല കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അങ്ങനെ ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് മുങ്ങിയെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങുന്നുണ്ട്. നിങ്ങളെ ഞാൻ ജീവനോടുണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, ഇരുന്നോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവിടെ പൊട്ട ട്വിസ്റ്റർ. ഈ ട്വിസ്റ്റർ പിള്ളേരും ഞാനും നാത്തൂനും ഞങ്ങൾ എവിടെ പോയാലും കഴിക്കും. പിന്നെ ഈ ചായനെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. ത്രോട്ട് പെയിനൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോൾ പിള്ളേർ ഐസ്ക്രീം കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കും പിന്നെ ഐസ്ക്രീം കഴിക്കണം തോന്നില്ല. അങ്ങനെ ത്രോട്ട് പെയിനൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു നാത്തൂനെ നമുക്ക് ഇത് വെച്ചിട്ട് ഇച്ചായനെ നമുക്ക് ഐസ്ക്രീം വാങ്ങിപ്പിക്കാം ഇച്ചായനെ കൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവനും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനും വാങ്ങിച്ചു. ഞങ്ങളെല്ലാം ഐസ്ക്രീം കഴിച്ച് അത് കഴിഞ്ഞ് അവിടെ നിങ്ങൾ പോരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉത്സവത്തിൻ്റെ 2ാം ഭാഗം 3 ദിവസത്തെ ഉത്സവമാണ്. 2ാം ഭാഗം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ. ടിൽ ദാറ്റ് ബൈ ബൈ, ടേക്ക് കെയർ ഓൾ.